നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തൃശൂർ പൂരപ്പറമ്പിൽ പോലീസ് ലാത്തിചാർജിൽ വടക്കുംനാഥ ക്ഷേത്രത്തിലെ പൂജാരി, തിരുവമ്പാടി ദേവസ്വത്തിലെ ജീവനക്കാരൻ ഉൾപ്പെടെ പലർക്കും അടിയേറ്റു. കുടമാറ്റത്തിന് ശേഷം പോലീസ് ഏർപ്പെടുത്തിയ അനാവശ്യ നിയന്ത്രണങ്ങളാണ് സ്ഥിതിഗതികൾ വഷളാക്കിയത്. മഠത്തിൽ വരവുൾപ്പെടെയുള്ള ചടങ്ങുകൾ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നത് പൂരം ചരിത്രത്തിൽ ആദ്യമായാണ്. ലോകപ്രസിദ്ധമായ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് ആരുടെ അജണ്ടയാണ്? ഭക്തജനങ്ങളെ തല്ലിച്ചതക്കാൻ പോലീസിന് അധികാരം നൽകിയത് ആരാണ്? തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറിൽ മാത്രമായി ഈ മഹാപരാധം ഒതുക്കാനാവുമോ? കുടമാറ്റത്തിൽ ശ്രീരാമചന്ദ്രൻ ജ്വലിച്ചു നിന്നത് പ്രകോപന ഹേതുവായോ? ശബരിമലയിലേതെന്ന പോലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് മേലുള്ള പോലീസിൻ്റെ കടന്നുകയറ്റം ആഭ്യന്തര വകുപ്പിൻ്റെ ആശീർവാദത്തോടെയോ? പൂരം പൊളിച്ചടുക്കി ആരെയൊക്കെയോ പ്രീണിപ്പെടുത്തുകയായിരുന്നില്ലേ ഉദ്ദേശ്യം? ചോദ്യങ്ങൾ അനവധിയാണ്. നമുക്ക് ഉത്തരം കണ്ടെത്താം. സംവാദകൻ ശ്രീജിത് പണിക്ക, ഹിന്ദു ഐക്യവേദി വക്താവ് RV ബാബു, BJP വക്താവ് ശങ്കുട്ടി ദാസ്, ഇടത് സഹയാത്രികൻ ഡോക്ടർ B ജയരാജ് എന്നിവർ പങ്കെടുക്കുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ RV ബാബു, പൂരാവേശത്തിൽ മതിമറന്ന ജനം കുടമാറ്റവും മഠത്തിൽ വരവും കരിമരുന്ന് പ്രയോഗവും അടക്കമുള്ള ആചാരങ്ങളും കാഴ്ചകളും കൺകുളിർക്കെ കണ്ട് ആസ്വദിച്ച് വീടുകളിലേക്ക് മടങ്ങിപ്പോവുകയും അടുത്ത പൂരം സമാഗതമാകും വരെ കാത്തിരിക്കുകയുമാണ് പതിവ്. അഹിതമായ ഒന്നും സംഭവിക്കാറില്ല, അനിഷ്ടങ്ങൾ അരങ്ങേറില്ല, വടക്കുംനാഥൻ അതിനൊന്നും ഇടവരുത്താറില്ല. എന്നാൽ ഇന്നലെ പ്രകോപനങ്ങൾ ഏതുമില്ലാതെ പോലീസിൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു. ഉപചാരപൂർവമുള്ള ചടങ്ങുകളുടെ കാർമ്മികത്വം പോലും പോലീസ് ഏറ്റെടുത്തതിൽ അസ്വാഭാവികമായി എന്തോ ഉണ്ട്. പൂരം പൂട്ടിക്കെട്ടുക ആരുടെ അജണ്ടയാവും? അനിൽ നമ്പ്യാരെ, നമ്മൾക്കറിയാം കേരളത്തിൽ പൂരം, തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ തൃശ്ശൂരുകാരുടെ മാത്രം ഉള്ള ഒരു പൂരമല്ല അത്. നമുക്കറിയാം ലോകത്തിന് കേരളത്തെ പരിചയപ്പെടുത്തുന്ന നമ്മുടെ സാംസ്കാരിക മുദ്രകളിൽ ഏറ്റവും ജ്വലിച്ചു നിൽക്കുന്ന ഒരു ബിംബം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരമാണ്. ലോകത്തെ മുഴുവൻ ആകർഷിക്കുന്ന ഇത്രയും വലിയൊരു ആഘോഷം കേരളത്തിൽ തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ടേ മറ്റൊന്നുള്ളൂ. ആലപ്പുഴയിലെ വള്ളംകളി, നെഹ്റു ട്രോഫി വള്ളംകളി, അതേപോലെ ആറാട്ടുപുഴ വള്ളംകളി, ഇങ്ങനെ ആറന്മുള വള്ളംകളി തുടങ്ങിയിട്ടുള്ള വള്ളംകളികൾ, ഇതൊക്കെ ലോകത്തിൽ കേരളത്തിനെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തെ പരിചയപ്പെടുത്തുന്ന മഹത്തായ നമ്മുടെ പൈതൃകത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഒക്കെ മകുടോദാഹരണങ്ങളാണ്. തൃശ്ശൂർ പൂരം ഹൈന്ദവ ആചാരങ്ങളുടെയും ഹൈന്ദവ പാരമ്പര്യത്തിൻ്റെയും സാംസ്കാരിക മാനബിന്ദുക്കളും ഒക്കെ ഉൾക്കൊള്ളുന്ന പൂരം തന്നെയാണ്. അതിൽ വിശ്വാസ സംബന്ധമായ, ആചാര സംബന്ധമായ, പവിത്രമായ ഒരുപാട് ചടങ്ങുകളുണ്ട്. ഒപ്പം തന്നെ തൃശ്ശൂർ പൂരം പൊതുസമൂഹത്തിൻ്റെ ഒരു ആഘോഷം കൂടിയാണ്. ആനകളും കുടമാറ്റവും അതേപോലെ വരവും, നമ്മുടെ മഠത്തിൽ വരവും അതുപോലുള്ള മേളവാദ്യങ്ങളും ഇതൊക്കെ അടങ്ങുന്ന തൃശ്ശൂർ പൂരം യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മാത്രം എന്ന് പറയാൻ നിവൃത്തിയില്ല. മുഴുവൻ ജനങ്ങളും നെഞ്ചേറ്റിയ ഒരു വികാരമാണ് തൃശ്ശൂർ പൂരം. ആ തൃശ്ശൂർ പൂരം പതിറ്റാണ്ടുകളായിട്ട് തൃശ്ശൂർ നടന്നു വരുന്നു, ഒരു പ്രശ്നവുമില്ലാതെ നടന്നു വരികയാണ്. എന്നാൽ ഇന്നലെ തൃശ്ശൂർ പൂരത്തെ അലങ്കോലമാക്കിക്കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി തൃശ്ശൂർ പൂരം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ സൃഷ്ടിച്ചു. കേരളത്തിൽ തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന, അതായത് കുടമാറ്റത്തിന് ശേഷം നമ്മൾ തൃശ്ശൂർ കണ്ടത് തൃശ്ശൂർ പൂരമല്ല, പോലീസിന്റെ പൂരമാണ്. ഭ്രാന്ത് പിടിച്ച പോലെ പോലീസുകാർ തൃശ്ശൂർ പൂരത്തെ അലങ്കോലമാക്കാൻ ആസൂത്രിതമായി ശ്രമിച്ചു എന്ന് വേണം കാണാൻ. പോലീസ് സ്വമേധയാ എടുത്ത നടപടിയായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. മഠത്തിൽ വരവ് ആ നടുവിലാലിൽ എത്തുമ്പോൾ വടം കെട്ടി ആളുകളെ പൂരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നടക്കുന്നതിന് തടസ്സമായിട്ട് പോലീസ് നിന്നു. ആരുടെ തീരുമാനപ്രകാരമാണ് അവിടെ വടം കെട്ടി പൂര പ്രേമികളെയും ഭക്തജനങ്ങളെയും ഒക്കെ തടഞ്ഞത് എന്ന് വ്യക്തമാക്കേണ്ടത് പോലീസ് കമ്മീഷണറാണ്. എന്നാൽ പോലീസ് കമ്മീഷണർ ഇതേ സമയം വരെ ഒരക്ഷരം ഈ വിഷയത്തെ സംബന്ധിച്ച് പൊതുസമൂഹത്തോട് ഉത്തരം പറഞ്ഞിട്ടില്ല. ദേവസ്വം ഭരണാധികാരികൾ ഈ വിഷയമുണ്ടായ സമയം മുതൽ തുടർച്ചയായി 3 മണിക്കൂർ സമയം
ഈ പോലീസ് കമ്മീഷണറെ ടെലഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് 3 മണിക്കൂർ സമയം ഈ മനുഷ്യൻ ടെലഫോൺ അറ്റൻഡ് ചെയ്തില്ല. ധിക്കാരപൂർണമായ ധാർഷ്ട്യത്തോടു കൂടിയിട്ടുള്ള സമീപനം. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ ആചാരത്തിന് നേതൃത്വം കൊടുക്കുന്ന, ആചാര സംബന്ധമായ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് നേരെ ലാത്തിച്ചാർജ് നടത്തി. ആനയ്ക്ക് മുമ്പിൽ വിളക്ക് പിടിച്ച് കോലത്തിന് അകമ്പടി സേവിക്കുന്ന വാര്യരെ അടക്കം പോലീസ് തല്ലിച്ചതച്ചു. ക്രൂരമായ രീതിയിൽ പോലീസ് മർദ്ദനം നടന്നു. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ. ഇത് തൃശ്ശൂരിലെ ചരിത്രത്തിൽ ആദ്യമാണ്. ഇത് ആരുടെ അജണ്ടയാണ്? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് പോലീസിന് ഇത്തരം ധിക്കാരപരമായ ഒരു നടപടി സ്വീകരിക്കാൻ എവിടെ നിന്നാണ് പോലീസിന് ധൈര്യം കിട്ടിയത്? ഇത് പോലീസിന്റെ ഏകപക്ഷീയമായ ഒരു നിലപാടായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. ഹൈന്ദവ സംഘടനകൾക്ക് കുറെ കാലമായിട്ട് കേരളത്തിലെ ക്ഷേത്ര ഉത്സവങ്ങൾ, ക്ഷേത്ര ആചാരങ്ങൾ, നമ്മുടെ സാംസ്കാരികമായ മാനബിന്ദുക്കൾ, ഇതിനെതിരായി നിരന്തരം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളുടെ തുടർച്ചയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ ഹിന്ദു ഐക്യവേദിക്കാവൂ, ഹൈന്ദവ സംഘടനകൾക്കാവൂ. ഇതൊരൊറ്റപ്പെട്ട സംഭവമേ അല്ല. തുടർച്ചയായി കേരളത്തിൽ ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസങ്ങളെ, ഹിന്ദു സമൂഹത്തിന്റെ സാംസ്കാരിക മാനബിന്ദുക്കളെ, ഹിന്ദു സമൂഹത്തിന്റെ ആചാര സംബന്ധമായ നടപടിക്രമങ്ങളെ ചവിട്ടിയരയ്ക്കുന്ന, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സമീപനം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം, പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തുടർച്ചയായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങൾ തടസ്സപ്പെടുത്തുന്ന സമീപനം ഉണ്ടായതിന്റെ നിരവധി ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി, പരാതികൾ ലഭിക്കുകയുണ്ടായി. തിങ്കളാഴ്ച പാണാവളിയിൽ അതിന്റെ ഒരു പ്രതിഷേധ പരിപാടി നടക്കുകയാണ്. ക്ഷേത്ര ഉത്സവങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ഉത്സവങ്ങളെ അലങ്കോലമാക്കാൻ പോലീസ് ബലമായി ക്ഷേത്ര ഉത്സവങ്ങളിൽ ഇടപെടുകയാണ്. അങ്ങനെ ക്ഷേത്ര ഉത്സവങ്ങളിൽ എത്തുന്ന ഭക്തജനങ്ങളെ തടയുക, പതുക്കെ ഭക്തജനങ്ങളെ ക്ഷേത്ര ഉത്സവങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും അകറ്റി നിർത്തുക. ശബരിമലയിൽ ഇത് അവർ നടപ്പാക്കി. ഇത്തവണ ശബരിമല തീർത്ഥാടനത്തിന് എത്തിയ സംഖ്യ, ഭക്തജനങ്ങളുടെ സംഖ്യ കഴിഞ്ഞ വർഷത്തിന്റെ അത്രയും സംഖ്യ എത്തിയോ എന്ന് സംശയമാണ്. കാരണം നിരന്തരമായി ഭക്തജനങ്ങളെ ശല്യപ്പെടുത്തുന്ന, ഉപദ്രവിക്കുന്ന, അതേപോലെ അവർക്ക് അസൗകര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് ശബരിമലയിൽ പോയാൽ നേരെ ചൊവ്വേ ദർശനം കിട്ടില്ല, നേരെ ചൊവ്വേ ദർശനം നടത്താൻ കഴിയില്ല. ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ശബരിമലയിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ സർക്കാർ ശ്രമിച്ചു. പോലീസിനെ ഉപയോഗിച്ച് ശ്രമിച്ചു. ഭക്തജനങ്ങളെ തല്ലിച്ചതയ്ക്കുന്ന സംഭവം ഉണ്ടായി. ഭക്തജനങ്ങൾക്ക് സൗകര്യം നിഷേധിച്ചു. നിരവധി ഭക്തന്മാര് മാലയൂരി മടങ്ങിപ്പോയ സാഹചര്യം ഉണ്ടായി. ദുരിതപൂർണമായ ഒരു തീർത്ഥാടന കാലമാണ് കഴിഞ്ഞ ശബരിമല മണ്ഡലകാലം. ഇത് എന്ത് സന്ദേശമാണ് ഭക്തജനങ്ങൾക്ക് നൽകുക? അതും കർണാടകയിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നും, അതേപോലെ ആന്ധ്രയിൽ നിന്നും, തെലുങ്കാനയിൽ നിന്നും ഒക്കെ വരുന്ന ഭക്തജനങ്ങൾക്ക് എന്ത് സന്ദേശം നൽകും? ശബരിമലയിൽ പോയാൽ നേരെ ചൊവ്വേ ദർശനം കിട്ടില്ല, അങ്ങോട്ട് പോകണ്ട. ആ ഒരു സമീപനം വിജയിപ്പിച്ചെടുക്കാൻ ശബരിമലയിൽ കഴിഞ്ഞ വർഷം അവർക്ക് സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമീപനം തൃശൂർ പൂരത്തിൽ നടപ്പാക്കുകയാണ്. തൃശൂർ പൂരത്തിലെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് തൃശൂർ പൂരം നേരെ ചൊവ്വേ കാണാൻ, ഭംഗിയായി ആസ്വദിക്കാൻ, പൂരത്തിന്റെ ആ ആഘോഷ തിമിർപ്പിൽ ഉൾപ്പെടാൻ ജാതി, കക്ഷി, രാഷ്ട്രീയ ഭേദമന്യേ, മതരാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ എൻജേറ്റിയ ആ വികാരത്തോടൊപ്പം അവർക്ക് പങ്കെടുക്കാൻ അനുമതി നിഷേധിച്ചുകൊണ്ട് തൃശൂർ പൂരത്തിൽ നിന്നും ഭക്തജനങ്ങളെ, വിശ്വാസികളെ അല്ലെങ്കിൽ പൂരപ്രേമികളെ അകറ്റി നിർത്തി പൂരത്തെ ഇല്ലാതാക്കാൻ ഉള്ള ശ്രമമാണ് ഇത് എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം അനുസൃതമായ ഒരു സംഭവം ഉണ്ടായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്. ആ കൊച്ചിൻ ദേവസ്വം ബോർഡ് തറവാടക 10 ഇരട്ടിയോളം വർദ്ധിപ്പിച്ചു. 40 ലക്ഷം ഉണ്ടായിരുന്നത് 4 കോടിയോ 3 കോടിയോ ഒക്കെ ആയിട്ട് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനെതിരായി തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും രംഗത്ത് വന്നു. ഒടുവിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കേണ്ടി വന്നു. ജനങ്ങൾ എതിരാകും എന്ന് കണ്ടപ്പോൾ വളരെ ആസൂത്രിതമായി തൃശൂർ പൂരത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്. വളരെ ആസൂത്രിതമായി. ഇവിടെ അനിൽ നമ്പ്യാർ ചോദിക്കുകയുണ്ടായി,
രാംലല്ലയുടെ ആ വിഗ്രഹം ഉയർത്തിയതാണോ പ്രകോപനത്തിന് കാരണം എന്ന് ആവാം. അങ്ങനെ തന്നെ വേണം വിചാരിക്കാൻ. കേരളം ശ്രീരാമനെ തള്ളിക്കളഞ്ഞ നാടാണ്. അയോധ്യാപതി ബാലകരാമനെ തള്ളിക്കളഞ്ഞ നാടാണ്. ഈ പരിപ്പ് ഉത്തരേന്ത്യയിൽ മാത്രമേ വേവൂ. ഈ കേരളത്തിൽ അത് വേവിക്കാൻ നോക്കണ്ട. ഇത് കേരളമാണ് എന്ന് പറഞ്ഞവരുടെ മുഖത്ത് നോക്കി തൃശൂർ പൂരം പോലെ ലോകോത്തരമായ ഒരു ചടങ്ങിൽ ബാലകരാമനെയും കോദണ്ഡരാമനെയും ആഞ്ജനേയ സമേതനായ രാമനെയും ഒക്കെ ഉയർത്തിക്കൊണ്ട് ഇത് ഈ കേരളം ഹൈന്ദവ കേരളം തന്നെയാണ്. ഈ കേരളം ഭാരതീയ സംസ്കാരത്തിന്റെ പ്രതീകമായിട്ടുള്ള കേരളീയ ഭാർഗവ ക്ഷേത്രം തന്നെയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ്, ഒരു വിളംബരമാണ് തൃശൂർ പൂരത്തിൽ ഇന്നലെ അരങ്ങേറിയത്. ഈ കേരളത്തിന് വ്യത്യസ്തമായ ഒരു പ്രത്യേകതയുമില്ല. ഇത് ഈ ഭാരതീയ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമാണ് എന്ന് കേരളം ഇത് ഞങ്ങൾ വേറെയാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് കൊടുത്തൊരു അടികൂടിയാണത്. അതുകൊണ്ട് അതിൽ പ്രകോപിതരായിട്ടുള്ളവർ ആസൂത്രണം ചെയ്ത അതുകൊണ്ടാണ് കുടമാറ്റത്തിന് ശേഷമാണ് പോലീസിന് നടപടി ഉണ്ടായത്. അപ്പൊ അവരുടെ ഒരു ശ്രമഫലമായിട്ടും കൂടി വേണം ഈ പൂരാഘോഷത്തിനെതിരായി നടന്ന കാര്യക്രമങ്ങൾ അല്ലെങ്കിൽ നടപടികൾ എന്ന് വേണം വിചാരിക്കാൻ. ശ്രീ അനിൽ നമ്പ്യാർ. ശ്രീജിത്ത് പണിക്ക, എന്തായാലും ആർ വി ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. പലയിടങ്ങളിലും പ്രകോപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഇപ്പം ശബരിമലയിലേത് റിപ്പോർട്ട് ചെയ്തു, അതുപോലെ തൃശ്ശൂർ പൂരത്തിൻ്റെ തുടക്കം മുതൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു, റവന്യൂ വകുപ്പ് അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകുന്നു. അങ്ങനെ തുടക്കം മുതൽ ഇത് സുഗമമായി നടക്കാൻ പാടില്ല എന്ന വാശിയോടെ മുന്നോട്ട് പോകുന്ന ഭരണകൂടം, സർക്കാർ ഒരു ഭാഗത്ത്. ഇന്നലെ വളരെ ഭംഗിയായി, ഒരുപക്ഷെ തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഭംഗിയായി കുടമാറ്റം നടന്നത്. അവിടെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ശ്രീരാമചന്ദ്രൻ്റെ വിജയം അടയാളപ്പെടുത്തുന്നുള്ള രീതിയിൽ ചില പ്രകടനങ്ങളൊക്കെ നമ്മളത് കണ്ടു. അതിന് ശേഷമാണെന്ന് തോന്നുന്നു മതം പൊട്ടിയ പോലെ പോലീസുകാർ അവരുടെ എക്സസ്സുമായിട്ട്, അവരുടെ അതിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഒരു കാരണവുമില്ല, അവിടെ വടം കെട്ടി തടയേണ്ട ആവശ്യമില്ല, അവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും പോലീസ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, പോലീസ് അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഇടപെടൽ മാത്രമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. വ്യക്തമായ നിർദ്ദേശം മേൽത്തട്ടിൽ നിന്നുണ്ടായിരിക്കില്ലേ ശ്രീജിത്തെ? ശ്രീ അനിൽ, നമ്മളൊരു പക്ഷേ പൂരവുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലുള്ള വിവാദങ്ങൾ നമ്മളാരും തന്നെ മുമ്പ് കേട്ടിട്ടില്ല. പൂരം എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ തൃശ്ശൂരിലേക്ക് ഒഴുകിയെത്തുന്നതാണ്. അത് അല്പം മുമ്പ് പറഞ്ഞതുപോലെ തൃശ്ശൂരിൻ്റെ മാത്രം ഒരു ഉത്സവമല്ല, അത് കേരളത്തിൻ്റെ ഒരു ടൂറിസം ഭൂപടത്തിൽ പോലുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ് തൃശ്ശൂർ പൂരം. വിദേശികളായിട്ടുള്ള നിരവധി ആൾക്കാർ ഇത് കാണാനായിട്ട് ഇവിടെ എത്താറുണ്ട്. കേരളത്തിന് പുറത്തുള്ള ആൾക്കാർ ഇത് കാണാനായിട്ട് എത്താറുണ്ട്. അപ്പോൾ ആ രീതിയിൽ കേരളത്തിന് ടൂറിസം റവന്യൂ പോലും ഏറ്റവും കൂടുതലായിട്ട് നൽകുന്ന ഒരു ഉത്സവം കൂടിയാണ് തൃശ്ശൂർ പൂരം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തൃശ്ശൂർ പൂരം നടത്തുന്നത് നടാടെയല്ല, ഇത്ര വലിയ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളോടുകൂടി നടത്തുന്നത്, അല്ലെങ്കിൽ ഇത്രത്തോളം ആൾക്കാരെ ഉൾക്കൊള്ളുന്ന രീതിയിൽ നടത്തുന്നത് ആദ്യമായിട്ടല്ല. വളരെ കൃത്യമായിട്ട് യാതൊരു വിധത്തിലുള്ള കംപ്ലൈൻറ്റുകളും ഇല്ലാതെ മുൻപെല്ലാം തന്നെ എല്ലാ വർഷങ്ങളിലും പൂരം നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തവണ എല്ലാ തവണയും നടക്കുന്നത് പോലെ പൂരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ, അതിൻ്റെ അവലോകന യോഗങ്ങൾ ഇതെല്ലാം തന്നെ നേരത്തെ തന്നെ നടക്കുന്നതാണ്. അതിൽ ജില്ലാ ഭരണകൂടമുണ്ട്, സംസ്ഥാന സർക്കാരുണ്ട്. പല വർഷങ്ങളിലും 3 മന്ത്രിമാർ വരെ അതിൽ പങ്കെടുക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ചടങ്ങുകൾ, മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്ന കാര്യത്തിൽ പോലീസിൻ്റെ ഉന്നത മേധാവികളുണ്ട്, അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് കളക്ടറുണ്ട്. ഇവരെല്ലാവരും തന്നെയാണ് ഇതെല്ലാം തന്നെ വിലയിരുത്തുന്നത്. അത് തന്നെയുമല്ല, പതിവായിട്ടുള്ള ചില പരമ്പരാഗതമായിട്ടുള്ള ചടങ്ങുകളാണ് ഈ പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സർപ്രൈസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ആൾക്കാർക്ക് ഏത് സമയത്ത് എന്ത് തുടങ്ങുന്നു, എവിടെയാണ് ആഘോഷം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയെല്ലാം കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് പെട്ടെന്ന് അനാവശ്യമായിട്ടുള്ള ചില ബാരിക്കേഡുകൾ കൊണ്ടുവയ്ക്കുക, മുൻപ് അനൗൺസ് ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള ചില ഗതാഗത നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക, അടച്ചിട്ട് കിടക്കുന്ന ഗേറ്റുകൾ തുറക്കുക, തുറന്നിട്ട ഗേറ്റുകൾ അടയ്ക്കുക, അല്പം മുമ്പ് പറഞ്ഞതുപോലെ കുറേയധികം വടങ്ങളൊക്കെ തന്നെ കെട്ടുക, അതിനുള്ളിൽ കുറേ ആൾക്കാരായി പോവുക. വളരെ സൗഹാർദ്ദപരമായിട്ട് തന്നെ ഇത്രയും സ്ഥലത്ത് ആൾക്കാർ വരുന്ന സമയത്ത് അവരോട് പെരുമാറേണ്ടുന്ന സമയത്ത് പോലീസുമായിട്ട് പലപ്പോഴും വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നു.
ആൾക്കാർക്ക് സൗകര്യപ്രദമായിട്ട് നിന്ന് പൂരം കാണാനും ആസ്വദിക്കാനും എല്ലാമുള്ള സൗകര്യത്തിന്റെ ഭാഗമായിട്ട് ഒരുക്കുന്ന പാസ് ഉണ്ട്. അതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടാകുന്നു. പാസ് കിട്ടിയിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ കൃത്യമായിട്ട് ആ പാസും കൊണ്ട് അവിടെ വന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് കഴിയുന്നില്ല. സംഘാടകരായിട്ടുള്ള കമ്മിറ്റിക്കാരായിട്ടുള്ള ആൾക്കാരോട് തർക്കമുണ്ടാകുന്നു. ഈ എഴുന്നള്ളിപ്പിന്റെ ഒക്കെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് അതിനോടൊപ്പം നിൽക്കുന്ന ദേവസ്വം ഭാരവാഹികളായിട്ടുള്ള ആൾക്കാർ അവരെ പോലും അവിടെ നിന്ന് തള്ളി മാറ്റുന്നതിനുള്ള ശ്രമം അവിടെ നടക്കുന്നു. ആസ്വാദകരായിട്ടുള്ള ആൾക്കാരുടെ എല്ലാം ചുറ്റും പോലീസ് വന്ന് നിൽക്കുന്നു. അങ്ങനെ ജനങ്ങൾക്ക് പൊതുവെ പൂരത്തിന്റെ ചടങ്ങുകളൊന്നും തന്നെ കാണാൻ കഴിയാതിരിക്കുക, അഥവാ കാണാൻ കഴിഞ്ഞ ആൾക്കാർക്ക് അതിനെ ആസ്വദിക്കാൻ കഴിയില്ല എന്ന രീതിയിലത്തേക്ക് പൂരത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ ഒരു അനുഭവം എന്ന് പറയുന്നതിനെ തന്നെ ഇല്ലാതെയാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വിളക്കുകൾ അണച്ച് ദീപങ്ങൾ അണച്ച് പ്രതിഷേധിക്കുന്നു, അല്ലെങ്കിൽ ഒരാനപ്പുറത്ത് മാത്രമായിട്ടുള്ള എഴുന്നള്ളിപ്പ് കൊണ്ട് അത് അവസാനിപ്പിക്കുന്നു. മണിക്കൂറുകൾ നീണ്ടുനിന്ന അനിശ്ചിതത്വം ഉണ്ടാകുന്നു. കൃത്യമായ രീതിയിൽ അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷവും ഒരുപക്ഷെ കൂടുതലായിട്ടുള്ള ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള ഒരു അസംഷനിൽ നടത്തുന്ന കുറേയധികം മുന്നൊരുക്കങ്ങളാണ് ഇവിടെ ഉള്ളത്. ആ മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ പാളിപ്പോയി എന്നുള്ളതും, അത് പാളേണ്ടുന്ന യാതൊരു വിധത്തിലുള്ള സാഹചര്യവും ഇല്ലാഞ്ഞിട്ടും അത് പാളിപ്പോയി എന്നുള്ളതും, അത് പരിഹരിക്കാനായിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം, ഏതാണ്ട് 6 മണിക്കൂറോ മറ്റോ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കഴിഞ്ഞത് എന്നുള്ളതും, പിന്നെ ഈ പകൽ 12 മണിക്കുള്ള പന്തം കൊളുത്തി പ്രകടനം എന്നൊക്കെ പറയുന്നത് പോലെ രാവിലെ 7 മണിക്കൊക്കെ കഴിഞ്ഞിട്ട് എല്ലായിടത്തും പ്രകാശം പരന്നതിന് ശേഷമുള്ള വെടിക്കെട്ട്, അങ്ങനെ ഒരു വഴിപാടിന് ഒരു നേർച്ച എന്ന രീതിയിലത്തേക്ക് നടത്തുന്ന രീതിയിൽ പൂരത്തിന്റെ പ്രഭ മുഴുവൻ ഇല്ലാതെയാക്കുന്ന, അല്പം മുമ്പ് താങ്കൾ പറഞ്ഞതുപോലെ ഇന്നലത്തെ ഒരു കുടമാറ്റത്തിന്റെ ഒരു ചടങ്ങിന്റെ പ്രഭയും അതുകൊണ്ട് ആൾക്കാർക്കുണ്ടായിരുന്ന സന്തോഷവും എത്രമേൽ ഉണ്ടായിരുന്നോ അതിനെയെല്ലാം തന്നെ ഇല്ലാതെയാക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇടപെടലാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ സർപ്രൈസുകളൊന്നുമില്ല. ഈ ചടങ്ങുകളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് നടക്കുന്നതാണ്. മഠത്തിൽ വരവ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇലഞ്ഞിത്തറമേളം എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ്, എവിടെ വെച്ചിട്ടാണ് എന്നെല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ഓരോ എഴുന്നള്ളത്തായാലും ഇതിൻ്റെ ഓരോ ചടങ്ങുകളായാലും മേളമായാലും എല്ലാം തന്നെ എവിടെയാണ് എന്നതിനെ പറ്റി വളരെ കൃത്യമായിട്ടുള്ള ധാരണയുള്ള, എവിടെ നിന്നാൽ ആൾക്കാർക്ക് ഇതൊക്കെ കാണാം ആസ്വദിക്കാം എന്നതുമായി ബന്ധപ്പെട്ട് പാസുകൾ വിതരണം ചെയ്യുന്ന, ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായിട്ടുള്ള അകലം എത്ര ദൂരെയാണ്, അവിടെ നിന്ന് ആൾക്കാർക്ക് കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന, ഇങ്ങനെയെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഒരു ഫിക്സ്ഡ് പ്ലാൻ അനുസരിച്ച് നടക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് പെട്ടെന്ന് ഔട്ട് ഓഫ് കൺട്രോളായി മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഏതാനും ആഴ്ചകൾക്ക് മുൻപ്, എനിക്ക് തോന്നുന്നു 1 മാസം മുൻപാണെന്ന് തോന്നുന്നു, തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായിട്ട് പൂരം പ്രദർശനമൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന ആ ഒരു ചടങ്ങിൽ വെച്ച് മന്ത്രി ശ്രീ കെ രാജൻ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. ഈ വർഷത്തെ തൃശ്ശൂർ പൂരത്തെ ഒരു വിവാദത്തിനും വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞു. എന്തിനാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. എന്തായാലും വളരെ കൃത്യമായിട്ട് മുമ്പ് എങ്ങും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വിവാദം അവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ വിവാദം കൊണ്ട് പൂരത്തിന്റെ പ്രഭ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലത്തേക്ക് അത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ പല വാഗ്ദാനങ്ങൾ വരുന്നു. പല ആൾക്കാരൊക്കെ ഗവൺമെന്റ് തലത്തിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടൊക്കെ ആണെങ്കിലും ആൾക്കാർ ഇടപെടുന്നു. തിരുവമ്പാടിയെയും ഒക്കെ തന്നെ അനുനയിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള ചർച്ചകൾ നടക്കുന്നു. അതിനുശേഷം ഇതിനെ ആവർത്തിക്കില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു ഉറപ്പിനപ്പുറത്തേക്ക് ഇതിന്റെ ഒരു റൂട്ട് കോസ് അനാലിസിസ് ഉണ്ടാകണം. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ആർക്കായിരുന്നു ഇതിന്റെ ചാർജ്? എന്തുകൊണ്ടാണ് ഈ അവസാന നിമിഷം സർപ്രൈസ് ആയിട്ടുള്ള കുറേയധികം നിയന്ത്രണങ്ങൾ അവിടെ കൊണ്ടുവന്നത്? എന്തുകൊണ്ടാണ് മുൻപ് വർഷങ്ങളിൽ ഉണ്ടായിരുന്ന അതേ പദ്ധതി ഇത്തവണ പറ്റില്ല എന്ന രീതിയിലത്തേക്കുള്ള തീരുമാനം കൈക്കൊണ്ടത്? ഇതൊക്കെ ആരാണ് ഈ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ആൾക്കാരെ ചുമതലപ്പെടുത്തിയത്? തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അക്കൗണ്ടബിലിറ്റി ഈ കാര്യത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതിൽ ആരൊക്കെയാണ് കുറ്റവാളികളായിട്ടുള്ള ആൾക്കാർ, ആരുടെയൊക്കെ പിടിപ്പുകേട് കൊണ്ടാണ് ഇതിങ്ങനെ വന്നത്, അതിൽ എന്തെങ്കിലും രീതിയിലുള്ള ഗൂഢമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് അന്വേഷിച്ച് അതിനെ പറ്റിയിട്ടുള്ള വിവരം അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ നാട്ടിലുള്ള പൂരപ്രേമികളായിട്ടുള്ള എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അത് ഇവിടെ നടപ്പാക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി കാണാനുള്ളത്. അല്ലാതെ ഇതുവരെ നടന്നതെല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി ഇനിയുള്ളതും കൂടി ചേർത്ത് കോംപ്ലിമെന്റ്സ് ആക്കാം എന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്ന സമയത്തുള്ള പതിവായിട്ടുള്ള എക്സ്ക്യൂസസ് പാടില്ല. കാരണം നമ്മൾ പറഞ്ഞതുപോലെ ഇന്നലെ മാധ്യമങ്ങൾ ഉൾപ്പെടെയാണെങ്കിലും ഈ കുടമാറ്റവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം വർണ്ണശബളമായിട്ടുള്ള, എത്രത്തോളം ആൾക്കാർക്ക് വളരെ ഹൃദയഹാരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു കുടമാറ്റ ചടങ്ങാണ് അവിടെ ഉണ്ടായിരുന്നത്, എത്രത്തോളം മൂഡ് ആൾക്കാരുടേത് ഹൈ ആയിരുന്നു എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ എല്ലാവർക്കും അറിയാം. അതിനെയൊക്കെ തന്നെ ഒറ്റ ഇൻസ്റ്റന്റിൽ ഇല്ലാതെയാക്കുകയും പിന്നീടുള്ള ചടങ്ങുകളെല്ലാം തന്നെ കൺട്രോൾ വിട്ടു പോവുകയും
അവസാനം 7 മണി 8 മണി സമയത്തൊക്കെ തന്നെ വെടിക്കെട്ട് നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കാണാൻ വരുന്ന ആൾക്കാരെ, മെനക്കെട്ട് അവിടെ എത്തുന്ന ആൾക്കാരെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇത്രയും ആൾക്കാർ, ലക്ഷക്കണക്കായിട്ടുള്ള ആൾക്കാർ നേരിട്ട് വീക്ഷിച്ച, ടെലിവിഷൻ വഴി വീക്ഷിച്ച ലക്ഷക്കണക്കിനായിട്ടുള്ള ആൾക്കാർക്കുണ്ടായിരുന്ന ഈ ഒരു നാണക്കേട്, അങ്ങനെ തന്നെയാണ് ആ വാക്ക് പറയേണ്ടത്, അവർക്കുണ്ടായിരുന്ന നാണക്കേട്, അവർക്കുണ്ടായിരുന്ന ആത്മനിന്ദ, അവർക്കുണ്ടായിരുന്ന അമർഷം, അവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, അവരുടെ ഒരു എംബാരസ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യുക, ഇതാരാണ് ഇതിന് ഉത്തരവാദികൾ, ഇനി എന്താണ് ഇതിൽ ചെയ്യാൻ പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തം ഇത് ആർക്കൊക്കെയാണ് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് എനിക്ക് പറയാനുള്ളത്. ശ്രീ അനിൽ. ശംഖു, സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി, ക്രമസമാധാന പാലനത്തിൻ്റെ ഭാഗമായി പോലീസ് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. പോലീസ് അങ്ങനെ ഇപ്പം നൽകുന്ന വിശദീകരണം അതാണ്. അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ നോക്കൂ, ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും അവിടെ ജില്ലാ ഭരണകൂടം നിഷ്ക്രിയമായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണറിലേക്ക് എത്താൻ പറ്റുന്നില്ല, അദ്ദേഹത്തെ ബന്ധപ്പെട്ടു, അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. അതുപോലെ ജില്ലാ കലക്ടറെയും ബന്ധപ്പെടാൻ പറ്റുന്നില്ല. ഒടുവിൽ സുരേഷ് ഗോപിയെപ്പോലുള്ളവർ സ്ഥലത്ത് എത്തി ഈ ദേവസ്വം അധികൃതരുമായിട്ടൊക്കെ സംസാരിച്ച ശേഷമാണ് പിന്നീട് ഇത് പൂരം മുന്നോട്ട് കൊണ്ടുപോകാം, നടത്താം, അല്ലെങ്കിൽ കരിമരുന്ന് പ്രയോഗം നടത്താം എന്നൊക്കെയുള്ള ഒരു ധാരണയിൽ എത്തുന്നത്. അവിടെ ഈ ക്രമസമാധാന പാലനം ഇവർ അവകാശപ്പെടുന്നത് പോലെ, അതുപോലെ സുരക്ഷ ഉറപ്പാക്കൽ ആണെങ്കിൽ എന്തുകൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണറും അതുപോലെ ജില്ലാ കളക്ടറും അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടില്ല? ഇപ്പോൾ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ പലരുമുണ്ട്. മന്ത്രി അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിലാണ് ഇതെല്ലാം ഉരുത്തിരിഞ്ഞ് വന്നത്, വളരെ ശോഭനമായി മുന്നോട്ട് പോയത് എന്നൊക്കെ പറയുന്നുണ്ട്, സുനിൽകുമാർ പറയുന്നുണ്ട്. പക്ഷെ അവിടെ MLA അദ്ദേഹം ഇപ്പോഴും ആ പിക്ചറിലില്ലാന്ന്, ഇനി അദ്ദേഹം അവിടെ ഉണ്ടോ അല്ലെ ഇനി വിദേശത്താണോ എന്ന് പോലും അറിയില്ല. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ പ്രശ്നത്തെ വളരെ ലാഘവത്തോടെയാണ് സമീപിക്കുന്നത്. പക്ഷേ ഇതിന് പിന്നിൽ വ്യക്തമായ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട ആരുടേതാണ്? അത് പുറത്തു വരേണ്ടതല്ലേ? ആ അജണ്ട എന്താണെന്നുള്ളത് വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. അക്കാര്യത്തിൽ CPM-ന്റെ LDF-ന്റെ സ്ഥാനാർത്ഥിയാണ് ശ്രീ VS സുനിൽകുമാറിന് പോലും സംശയമില്ലല്ലോ. ഇന്ന് ഉച്ച മുതൽ ഇടതുപക്ഷ ഹാൻഡിലുകൾ ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം, BJPക്ക് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി, ശ്രീ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി മനഃപൂർവ്വം പൂരം അലങ്കോലപ്പെടുത്തുകയും സുരേഷ് ഗോപിയുടെ മധ്യസ്ഥ ചർച്ചയ്ക്കൊടുവിൽ വെടിക്കെട്ട് നടത്തുന്ന സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് നടന്നതെന്നാണ്. എന്നാൽ VS സുനിൽകുമാർ തന്നെ പറയുന്നു, പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റായിട്ടുള്ള ഇടപെടൽ മൂലമാണ് പൂരം അലങ്കോലമാകുന്ന സാഹചര്യം ഉണ്ടായത്, പോലീസിന്റെ ഭാഗത്ത് നിന്ന് അമിതാധികാര പ്രവണത ഉണ്ടായി എന്ന് പറയുന്നു. ഇത് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള അനഭിലഷണീയമായിട്ടുള്ള ഇടപെടലാണ് പൂരത്തെ ഈ നിലയിലേക്ക് എത്തിച്ചത്. തൃശ്ശൂർ പൂരത്തിന്റെ മാത്രം കാര്യമല്ല, ഇത് കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അക്ഷരാർത്ഥത്തിൽ പോലീസ് രാജ് എന്നതിന്റെ നിർവചനം എന്താണെന്ന് പരിശോധിച്ചാൽ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതികൾ അതിന്റെ പരിധിയിൽ വരും. സാധാരണഗതിയിൽ പാകിസ്ഥാനെ പറ്റി പറയാറുണ്ട്, എല്ലാ രാജ്യങ്ങൾക്കും സ്വന്തമായിട്ടൊരു സൈന്യമുണ്ട്, പാകിസ്ഥാനിൽ മാത്രം സൈന്യത്തിന് സ്വന്തമായിട്ടൊരു രാജ്യമുണ്ട്. കേരളത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും അവർക്കൊരു പോലീസ് സേനയുണ്ട്, കേരളത്തിൽ മാത്രം പോലീസ് സേനയ്ക്ക് സ്വന്തമായിട്ടൊരു സംസ്ഥാനമുണ്ട്. പോലീസാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. അവരുടെ തീരുമാനങ്ങൾക്ക് മേലെ യാതൊരു പൊളിറ്റിക്കൽ കൺട്രോളും ഇല്ല. പോലീസിന്റെ ഏകാധിപത്യ പ്രവണതകളാണ്. ഇപ്പോ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളയാത്ര നടന്നു. കേരളയാത്രയിൽ ഉടനീളം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് നടത്തിയിട്ടുള്ള അട്രോസിറ്റീസ് എത്രയൊക്കെയാണ്, മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുകയാണെന്നുള്ള പേരിൽ സാധാരണക്കാർക്ക് നേരെ നടത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എത്രയൊക്കെയാണ്, പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന സാധാരണ മനുഷ്യർക്ക് നേരെ പോലീസ് കാണിക്കുന്നത് എന്താണ്? അതല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിൽ മാത്രമല്ല, നാട്ടിലുള്ള പൂരങ്ങളിൽ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ, ഗാനമേള നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോലീസ് നടത്തുന്ന പെരുമാറ്റം എങ്ങനെയാണ്? ഞങ്ങളുടെ നാട്ടിലെ പൂരം മാർച്ച് 25-ാം തീയതിയാണ് കണ്ടൂർമക്കാവിൽ ഉത്സവം നടന്നത്. അവിടെ യാതൊരു പ്രകോപനവും ഇല്ലാതെ പോലീസുകാർ വരവ് നിയന്ത്രിക്കാനാണെന്ന് പറഞ്ഞ് വന്നു നിന്നിട്ട് അവിടെ വരുന്ന ഭക്തരെ മുഴുവൻ അടിച്ചു കൊടുത്തിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഐസൊലേഷനിൽ കാണുന്ന സംഗതിയല്ല. ഈ ഭരണകൂട ഭീകരത ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന ഒരേ ഒരു സംഗതി പോലീസാണ്. കാരണം പോലീസിലൂടെ മാത്രമാണ് സ്റ്റേറ്റ് സാധാരണക്കാരനോട് അതിന്റെ അധികാര പ്രമത്തത പ്രയോഗിക്കുന്നത്. അതല്ലാണ്ട് സ്റ്റേറ്റിന്റെ അധികാരം എങ്ങനെയാണെന്ന് സാധാരണ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന മറ്റൊരു ഓർഗൻ ഇല്ല. പോലീസ് വളരെ രൂക്ഷമായിട്ട് ജനങ്ങളോട് ഇടപെടുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സ്റ്റേറ്റിനെ നിയന്ത്രിക്കുന്നത് ടൈറണിക്കൽ ഫോഴ്സസ് ആണ്, ഏകാധിപത്യ സ്വഭാവത്തിലുള്ള ശക്തികളാണ് സ്റ്റേറ്റിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. പിണറായി വിജയൻ ഭരണത്തിലേറിയത് മുതൽ പോലീസിന് ഈ കാര്യത്തിൽ ഒരു ഫ്രീ റൺ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വളരെ ഒരു രാഷ്ട്രീയ നിലപാടാണോ, മുന്നണിയുടെ നിലപാടാണോ, സർക്കാരിന്റെ നയമാണോ എന്ന് സംശയിക്കാവുന്നത് പോലെ പോലീസ് സാധാരണക്കാർക്ക് നേരെ എത്ര അതിക്രമങ്ങൾ കാണിച്ചാലും, എത്ര കുറ്റകൃത്യങ്ങൾ നടത്തിയാലും അതിന്റെ പേരിൽ പോലീസിനെ ഒന്ന് വിമർശിക്കാനോ പോലീസിനെ ആ കാര്യത്തിൽ ശാസിക്കാനോ പോലും മുഖ്യമന്ത്രി തയ്യാറാവില്ല. അത് പോലീസ് സേനയുടെ മനോവീര്യത്തെ തകർത്ത് കളയും എന്നൊരു കൗതുകകരമായിട്ടുള്ള വാദം ഉന്നയിച്ചുകൊണ്ട് പോലീസ്
ആള് മാറി വീട്ടിൽ കയറിയിട്ട് ഒരു ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുപോയി തല്ലിക്കൊന്ന സംഭവം ഉണ്ടായില്ലേ കേരളത്തില്. വാരാപ്പുഴ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ മറ്റൊരു ശ്രീജിത്താണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവിടുത്തെ ആലുവയിലെ ഡിവൈഎസ്പിയുടെ പ്രത്യേക സംഘം പിടിച്ചുകൊണ്ട് ഇടിച്ചു വന്നു. ആ ഡിവൈഎസ്പിക്ക് പിന്നീട് പ്രൊമോഷനോട് കൂടിയിട്ട് പോലീസ് സേനയിൽ തന്നെ കൂടുതൽ വലിയ അധികാരങ്ങൾ കൊടുത്തു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പിന്നീട് 2 ചെറുപ്പക്കാരെ UAPA കേസിൽ അറസ്റ്റിലായപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വിവാദത്തിലായി. ഇതേപോലെ ഇപ്പൊ ശബരിമലയിൽ ഈ പറയുന്ന ഭക്തർക്ക് നേരെ അതിക്രമങ്ങൾ കാണിച്ചിട്ടുള്ള മനോജ് എബ്രഹാമിന് നേരെ എന്ത് നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്? അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിക്ക് നേരെ വളരെ മോശമായിട്ടുള്ള പെരുമാറ്റം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന് യതീഷ് ചന്ദ്രനെതിരെ ഒരു നടപടി ഉണ്ടായിരുന്നത് മാത്രമല്ല അത് വളരെ മികച്ചൊരു നടപടിയാണെന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതേ ഓഫീസർ പിന്നീട് കോവിഡ് കാലഘട്ടത്തിൽ സാധാരണ ജനങ്ങളെ പിടിച്ചു നിർത്തിയിട്ട് ഏത്തമിടിക്കുകയും കുഞ്ഞു നിർത്തുകയൊക്കെ ചെയ്യുന്ന സംഭവം നമ്മൾ കണ്ടു. അതായത് പോലീസ് സ്വയം കോടതിയുടെ അധികാരം പോലും കവർന്നെടുത്തുകൊണ്ട് നിയമം നടപ്പാക്കുന്ന, നീതി നടപ്പാക്കുന്ന ഒരു സംവിധാനമായി മാറുകയാണ്. ഇതിനെ ചോദ്യം ചെയ്യാൻ, ചാലഞ്ച് ചെയ്യാൻ ഒരു വ്യവസ്ഥയില്ല എന്നുള്ളതാണ്. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവമാണ്. എത്രയോ നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ഒരു ആഘോഷമാണ്. തൃശ്ശൂരിലെ ജനങ്ങളെക്കാൾ നന്നായിട്ട് ആ ഉത്സവം നടത്താൻ അറിയുന്ന വേറെ ആരുമില്ല. 2 കൊല്ലമോ 3 കൊല്ലമോ തൃശ്ശൂരിൽ ഡ്യൂട്ടിയിൽ ഇരുന്നിട്ടുള്ള കമ്മീഷണർക്കല്ല തൃശ്ശൂർ പൂരം എങ്ങനെയാണ് നടത്തുന്നതെന്ന് അറിയാം. ഇത് എത്രയോ വർഷങ്ങളായി നടത്തിയിട്ടുള്ള ആളുകളാണ്. നമ്മൾ ആ ആൾക്കൂട്ടത്തെ നമ്മൾ പുരുഷാരം എന്നാണ് വിളിക്കുന്നത്. അത് സാധാരണ ഒരു ആൾക്കൂട്ടമല്ല, അത് സാംസ്കാരിക നഗരിയിലെ വളരെ റിഫൈൻഡ് ആയിട്ടൊരു സമൂഹമാണ്. അവർ ആസ്വാദക സമൂഹമാണ്. അവരെ നമ്മുടെ മേളപ്രേമികൾ, ആനപ്രേമികൾ, പൂരപ്രേമികൾ എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. അതൊരു പ്രത്യേക ഡിഗ്രിയാണ്. കാരണം വർഷങ്ങളായി ഈ പറയുന്ന പൂരം മായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അതിനെ സംബന്ധിച്ച് വളരെ ജ്ഞാനമുള്ള ആളുകളാണ്. സ്വയം അച്ചടക്കം പാലിക്കാൻ സാധിക്കുന്ന ഒരു സമൂഹമാണ്. യാതൊരു തരത്തിലുള്ള അനാശാസ്യകരമായിട്ടുള്ള സംഭവങ്ങളും തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാറില്ല. വളരെ അച്ചടക്കത്തോടു കൂടി സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പോകുന്ന ഒരു സമൂഹമാണ്. അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പോലീസിന്റെ പണി. പോലീസ് എന്താണ് ചെയ്യുന്നത്? അനാവശ്യമായിട്ട് അച്ചടക്കം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി തങ്ങൾക്ക് യാതൊരു അറിവുമില്ലാത്തൊരു സംഭവത്തിൽ കൊണ്ടുവന്ന് വളരെ അപ്രായോഗികമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഈ ജനക്കൂട്ടത്തെ വളരെ ബുദ്ധിമുട്ടിക്കുകയും അവരെ പൂരപ്പറമ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലെ പോലീസിന്റെ ഭാഗത്ത് ഇപ്പൊ നമ്മൾ ചർച്ചയിൽ നമ്മൾ പറയുന്നുണ്ട്, ഈ പറയുന്ന കുടമാറ്റത്തിൽ രാംലല്ലയുടെ ചിത്രം ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വിരോധമോ വൈരാഗ്യമോ ആയിരിക്കാം രാത്രിയിലെ സംഭവങ്ങളിലേക്ക് കലാശിച്ചത്. എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നലെ വൈകുന്നേരത്തിന് ശേഷമല്ല പോലീസിന്റെ അതിക്രമങ്ങൾ ആരംഭിക്കുന്നത്. ഇത് മിനിഞ്ഞാന്ന് മുതൽ ആരംഭിക്കുന്നതാണ്. മിനിഞ്ഞാന്ന് രാത്രി മുതൽ പൂരവുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുന്ന ആളുകൾക്കെതിരെ പോലീസിന്റെ അനാവശ്യമായിട്ടുള്ള കടന്നുകയറ്റങ്ങളും കുതിരകയറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ തൃശ്ശൂരുള്ള സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള അങ്കിത് അശോകൻ നേരിട്ട് പൂരപ്പറമ്പിൽ വന്നിട്ട് ഭക്തരുടെ കോളറിൽ കുത്തി പിടിച്ചുകൊണ്ട് അവരെ കയ്യേറ്റം ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ കമ്മീഷണർക്ക് എങ്ങനെയാണ് സാധാരണക്കാരനായിട്ടുള്ള പൗരനോട് അങ്ങനെ പെരുമാറാൻ സാധിക്കുന്നത്? എല്ലായിടത്തും വടങ്ങളും ഈ കയറുകളും കെട്ടിയിട്ട് ബാരിക്കേഡുകൾ ഉണ്ടാക്കി. പാറമേക്കാവിലെ ക്ഷേത്രത്തിലെ മേൽശാന്തിയെ പോലീസ് തടഞ്ഞു നിർത്തി. നിങ്ങൾ കണ്ടിരുന്നോന്നറിയില്ല. പാറമേക്കാവിലെ അമ്പലത്തിലെ മേൽശാന്തി തടഞ്ഞു നിർത്തി. മേൽശാന്തിക്ക് എന്താ അമ്പലത്തിൽ കാര്യം? പൂജ കൂടി പിന്നെ പോലീസാണല്ലോ കഴിക്കുന്നത്. ഇങ്ങനെ ആരാണ് എന്താണ് എന്ന് അറിയാത്ത മട്ടിൽ പാറമേക്കാവിലെ അമ്മയെ തന്നെ തടഞ്ഞു നിർത്തി. ഇപ്പൊ അതിന് വലുതല്ലല്ലോ മേൽശാന്തി. അതായത് പാറമേക്കാവിലെ അമ്മയുടെ തിടമ്പേറ്റിയിട്ട് ആന വരുമ്പോ ആ എഴുന്നള്ളത്തിനെ തടസ്സപ്പെടുത്തിയിട്ട് അവസാനം മുന്നോട്ട് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ തിടമ്പുമായിട്ട് ആനയ്ക്ക് മടങ്ങി പോകേണ്ട സാഹചര്യം വന്നു. മടത്തിൽ വരവ് നടക്കുന്ന സമയത്ത് എലഞ്ഞിത്തറയിൽ വെച്ചിട്ട് ഇവരെ തടസ്സപ്പെടുത്തുകയും വെടിക്കെട്ടുന്ന സമയമായതുകൊണ്ട് ഇനി അങ്ങോട്ട് കടക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. അവിടെയുള്ള എന്താ പറയാ എത്രയോ കാലങ്ങളായിട്ട് മടത്തിൽ വരവ് നടത്തുന്ന കലാകാരന്മാരാണ് ആ സംഘത്തിലുള്ളത്. അവർ പറഞ്ഞു നൂറ്റാണ്ടുകളായിട്ടുള്ള ആചാരമാണ്, നായ്ക്കനാലിൽ എത്താതെ ഈ മടത്തിൽ വരവ് അവസാനിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മുകളിൽ നിന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊണ്ട് ഒരാളെയും കടത്തി വിടാൻ പാടില്ലെന്നാണ്. ആരോടാണ് ഈ പറയുന്നത്? തൃശ്ശൂർ പൂരം എത്രയോ കാലങ്ങളായി നടത്തി പരിചയമുള്ള, അതിന്റെ വൈകാരികതയെ ഹൃദയത്തിലേക്കുന്ന, അതിന്റെ ഓരോ ചടങ്ങുകളും അതിസൂക്ഷ്മമായി നടത്തുന്ന, അത് ആസ്വദിക്കാൻ വേണ്ടി ഉറക്കമൊഴിച്ച് പൂരപ്പറമ്പിൽ പകലോളം കാത്തിരിക്കുന്ന മനുഷ്യരോട് ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ലാത്ത പോലീസുകാർ വടഞ്ഞെട്ടി പറയും ഇതിനപ്പുറത്തേക്ക് നിങ്ങളെ കടത്തിവില്ല. മേൽശാന്തിയെ തടയുന്നു, സാക്ഷാൽ ദേവിയെ തന്നെ തടയുന്നു, മേളത്തെ തടയുന്നു, പഞ്ചവാദ്യക്കാരെ തടയുന്നു, കമ്മിറ്റിക്കാരെ തടയുന്നു. ഇനി ആരും ഇവർ തടയാൻ ബാക്കി? ഈ പൂരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും പോലീസ് തടഞ്ഞിട്ട് പോലീസുകാർക്ക് വേണ്ടി നടത്തേണ്ട ഒരു സംഭവമാണോ പൂരം എന്ന് പറയുന്നത്? അതായത് വെടിക്കെട്ട് നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് എല്ലാ കൊല്ലവും കമ്മിറ്റിക്കാർക്ക് ഉൾപ്പെടെ പ്രവേശനമുള്ളതാണ്. അത് എന്താണ് അവിടെ മേൽനോട്ടം നടത്തുന്നതും നിയന്ത്രണം നടത്തുന്നതും ഒക്കെ അവർ തന്നെയാണ്. ഇവർ പുതിയതായിട്ട് ഇവരുടേതായിട്ടൊരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടാണ് 2 പേര്, ഓരോ വിഭാഗവുമായി ബന്ധപ്പെട്ട 2 പേരെ മാത്രമേ ഞങ്ങൾ കടത്തിവിടുള്ളൂ തീരുമാനിക്കുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് ഇവിടെ പല ആളുകളും പറയുന്നുണ്ട് ദേവസ്വങ്ങളുടെ ശാഠ്യം കൊണ്ടാണ് പൂരം നടക്കാതെ പോയത്. ദേവസ്വങ്ങളുടെ ശാഠ്യം. ഈ പൂരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പൂരം എന്ന് പറയുന്ന 2 ദേവിമാർ വന്ന് വടക്കുന്നാഥന്റെ മണ്ണിൽ മുഖാമുഖം നിരന്നിട്ട് അവർ എന്താ പറയാ സന്തോഷം പങ്കുവെക്കുകയും ആഘോഷം നടത്തുകയും അവസാനം ഉപചാരം ചൊല്ലി പിരിയുമാണ് പൂരം.
ഈ ദേവിമാർക്ക് ഇവിടെ വന്ന് അഭിമുഖ സംഭാഷണം നടത്താനുള്ള സാഹചര്യമുണ്ട്. ദേവിയെ കടത്തിവിടാതെ ദേവിയുടെ പിറമ്പുമായിട്ട് വരുന്ന ആനയെ തടഞ്ഞെടുത്ത് കടത്തിവെച്ചിട്ട് നിങ്ങൾ പൂരം നടത്തുന്നു എന്ന് പറയുന്നത് എന്താണ് അർത്ഥം? അപ്പൊ പൂരത്തിന്റെ പരമ്പരാഗതമായിട്ടുള്ള എല്ലാ സങ്കേതങ്ങളെയും തടസ്സപ്പെടുത്തിക്കൊണ്ട് പോലീസിന്റെ ഏകാധിപത്യമാണ് അവിടെ നടന്നത്. ഇത് തൃശ്ശൂരിൽ മാത്രം നടക്കുന്നതല്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇത് കേരളത്തിലുടനീളം നടക്കുന്നുണ്ട്. നിങ്ങൾ പോലീസിന്റെ പെരുമാറ്റത്തിന്റെ രീതി നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തവരെ പോലെ എന്തും ചെയ്യാമെന്ന ദാർഢ്യത്തോടു കൂടി സാധാരണക്കാരന്റെ മേലെ കുതിര കയറുന്ന ഒരു പോലീസും അതിന് സമ്പൂർണ്ണമായിട്ടുള്ള സഹകരണം വാഗ്ദാനം ചെയ്യുന്ന ഒരു സർക്കാരിനെയാണ് നമ്മൾ കാണുന്നത്. ആ നയത്തിന്റെ തുടർച്ചയാണ് തൃശ്ശൂർ പൂരം. ഇത് തൃശ്ശൂരിൽ മാത്രമല്ല സംഭവിക്കുക. ഭക്തരോട് ശബരിമലയിൽ നോക്കൂ, പണ്ട് പോലീസുകാര് ഭക്തരെ സ്വാമി എന്നാണ് വിളിച്ചിരുന്നത്. ഈ ഭക്തരാവട്ടെ തിരിച്ച് പോലീസുകാരെ പോലീസ് അയ്യപ്പന്മാര് എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനത്തെ ഒരു പരസ്പര ബന്ധം, പരസ്പര ബഹുമാനം, സ്നേഹം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഈ പോലീസുകാർ ചെരുപ്പ് പോലും ഇട്ടിരുന്നില്ല. ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവർക്ക് ദീക്ഷ വളർത്താനുള്ള അനുവാദം ഉണ്ടായിരുന്നു. ഈ സംഭവത്തിനൊക്കെ 2016 ശേഷം മാറ്റം വന്നില്ലേ? പോലീസുകാർ ബൂട്ടും ലാത്തിയും എല്ലാ സന്നാഹങ്ങളോടും കൂടിയിട്ട് അവർ ശബരിമലയിൽ സന്നിധാനത്ത് വന്ന് ഡ്യൂട്ടി ചെയ്യുന്നു. അവർ ഭക്തരെ എടാ പോടാന്ന് വിളിക്കുന്നു. ഞാൻ നേരിട്ട് നിൽക്കുന്ന ഭക്തരെ അയ്യപ്പ എന്ന് വിളിച്ചിരുന്ന, സ്വാമി എന്ന് വിളിച്ചിരുന്ന ഭക്തരെ പോലീസ് എടാ പോടാന്ന് വിളിക്കുന്നു. വേണ്ടി വന്നാൽ അവരെ കയ്യേറ്റം ചെയ്യാൻ പോലും ഇവർ മടിക്കുന്നില്ല. പോലീസിനോടുള്ള ഭക്തരുടെ സമീപനവും സമാനമായി മാറുന്നു. ശബരിമല പ്രക്ഷോഭ കാലത്ത് ഭക്തർ രാത്രി വിരിവെക്കാതിരിക്കാൻ വേണ്ടി രാത്രി ഇവിടെ മുഴുവൻ കൊണ്ട് ചളിവെള്ളം ഒഴിച്ചിട്ട ആൾക്കാരാണ് ഈ പോലീസ്. ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടാതിരിക്കാൻ വേണ്ടി ബാത്റൂമുകൾ പൂട്ടി ആകെയുള്ള വളരെ പരിമിതമായിട്ടുള്ള ശൗചാലയ സൗകര്യങ്ങൾ കൂട്ടിയിട്ടിട്ട ആളുകളാണ് ഈ പോലീസ്. ഇങ്ങനെ ഭക്തരോട് വിരോധഭാവത്തോടു കൂടി പെരുമാറുന്ന, തങ്ങളെ ആരും ചോദിക്കാനില്ല, തങ്ങൾക്ക് എന്തും ചെയ്യാമെന്ന് കരുതുന്ന പോലീസാണ്. ശബരിമലയിൽ മാത്രമല്ല, ഇത് ആളുകൾ കൂടുന്ന എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും സർക്കാർ പോലും വിചാരിക്കാത്ത രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറയുന്ന പോലെ സർക്കാരിന് വേണ്ടി സർക്കാർ പോലും വിചാരിക്കാത്ത അത്രയും കടുത്ത നടപടികൾ പോലീസ് സ്വീകരിക്കുന്നുണ്ട്. കരിങ്കടി കാണിക്കാതിരിക്കാൻ വേണ്ടി ആളുകൾ കറുത്ത ഷർട്ടിട്ട് വരരുതെന്ന് പറയും. ഇതൊക്കെ പോലീസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതായത് എന്താ കരിങ്കൊടി കാണിച്ച കുഴപ്പം? അതൊരു ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധമല്ലേ? ഒരു നിലയ്ക്ക് പാടില്ല എന്ന് ശാഠ്യം പിടിക്കുന്നു. അതുകൊണ്ട് ഒന്നാമത്തെ തെറ്റ്. ഇനി കരിങ്കൊടിയായിട്ട് ഉപയോഗിച്ചേക്കുമോ എന്ന ആശങ്ക കൊണ്ട് കറുത്ത ഷർട്ടിട്ട് വരുന്നവരെ വിലക്കുന്നു, കറുത്ത മാസ്ക് ഇട്ട് വരുന്നവരെ വിലക്കുന്നു, കറുത്ത കാറിൽ വരുന്നവരെ വിലക്കുന്നു, മുഖ്യമന്ത്രി വരുന്നതിന്റെ 6 മണിക്കൂർ മുമ്പ് നഗരത്തെ പൂട്ടിയിടുന്നു. ഇങ്ങനെ പോലീസ് എക്സസിന്റെ അയ്യൊരു കളിയാണ് കേരളത്തിൽ. കേരളത്തിൽ നിങ്ങളിപ്പോ പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തെ ഒരു മർദ്ദക സംവിധാനമായി കാണേണ്ട സമയം സമാഗതമായിരിക്കുകയാണ്. ആ രീതിയിലാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ള കേരളത്തിലെ പോലീസിന്റെ പോക്ക്. ഇത് നിയന്ത്രിക്കേണ്ടതിന്റെ അടിയന്തരാവസ്ഥയെ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് തൃശ്ശൂർ പൂരത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഈ കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാവുകയല്ലാതെ ഈ പോലീസ് കമ്മീഷണറായിട്ടുള്ള അങ്കിത് അശോകിനെതിരെ, അദ്ദേഹം ഈ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള അധികാര ദുർവിനിയോഗത്തിനെതിരെ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത് കേരളത്തിൽ എല്ലാ ഇടങ്ങളിലും ആവർത്തിക്കുന്ന വളരെ മോശം ഒരു പ്രവണതയായി മാറും. അതാണ് പോലീസിന്റെ കാര്യം. 2 സ്റ്റേറ്റിന്റെ കാര്യം. ഇവിടെ കേരളം നമ്പർ 1 ആണ്, കേരളം വലിയ മോഡലാണെന്നൊക്കെ പറയുന്നു. 20 കോടി ആളുകൾ പങ്കെടുക്കുന്ന സംഭവമാണ് കുംഭമേള. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒന്നിച്ചൊരു സ്ഥലത്ത് സംഗമിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ കൂട്ടായ്മയാണ് കുംഭമേള. ഉത്തർപ്രദേശിലാണ് നടക്കുന്നത്. എത്ര വൃത്തിയായിട്ട് ഒരു പരാതിക്ക് പോലും പഴുതില്ലാണ്ട് ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് കുംഭമേള. ഇവിടെ ക്രൗഡ് മാനേജ്മെന്റിനെ പറ്റി ഈ നമ്മുടെ നാട്ടിലെ നമ്മുടെ സർക്കാർ എന്താ മനസ്സിലാക്കിയത്? ക്രൗഡ് മാനേജ്മെന്റ് പറഞ്ഞാൽ ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് വലിയ വട ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ അപ്പുറത്ത് കിടക്കുന്നവരെ മുതൽ ലാത്തിക്ക് അടിച്ചിട്ട് ഓടിക്കലാണോ ക്രൗഡ് മാനേജ്മെന്റ്? ഇതിനെപ്പറ്റി ക്രൗഡ് മാനേജ്മെന്റ് പറ്റി ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സാങ്കേതിക വിജ്ഞാനം പോലും ഇല്ലാതെ ഒരു ഗുണ്ടാ സംഘത്തെ ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടി അയച്ചു കഴിഞ്ഞാൽ, വഴി തെറ്റിക്കുന്നവരെ മുഴുവൻ അടിച്ചു കഴിഞ്ഞാൽ, എന്താ പറയാ, ആൾക്കാരെ ഉന്തിത്തള്ളി പുറത്തു കടത്തി കഴിഞ്ഞാൽ ക്രൗഡ് മാനേജ്മെന്റ് ആയി അതിന്റെ പേരിൽ ഞങ്ങൾക്ക് എന്തും ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു മൂഢത, ഇതിനെപ്പറ്റിയിട്ടുള്ള ഗ്രാഹ്യമില്ലായ്മയാണ് സ്റ്റേറ്റിനെ നയിക്കുന്നത്. അത് വലിയൊരു ദുരിതമാണ്. മൂന്നാമത്തെ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന ഇടപെടലുകളുടെ കാര്യം. സുരേഷ് ഗോപി ആരുമല്ല തൃശ്ശൂർ മണ്ഡലത്തിലെ, അദ്ദേഹം MP അല്ല, MLA അല്ല. പക്ഷെ 2 മണിക്ക് പ്രശ്നം ഉണ്ടായപ്പോൾ സുരേഷ് ഗോപിയാണ് 2 കൂട്ടർ വിളിച്ചത്. സുരേഷ് ഗോപിയാണ് 2:30 മണിക്ക് ചെന്നിട്ട് ചർച്ച നടത്തിയത്. അദ്ദേഹത്തിന്റെ ചർച്ചയുടെ തുടർച്ചയിലാണ് 4 മണിക്ക് നടത്താൻ പറ്റിയില്ലെങ്കിലും രാവിലെ 7:15 വെടിക്കെട്ട് നടത്താൻ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്. മന്ത്രിയുടെ ഇടപെടലിൽ ചർച്ച നടന്നു, മന്ത്രിയുടെ ഇടപെടലിൽ ഈ പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞല്ലോ. മന്ത്രിക്ക് അറിയുമായിരുന്നില്ലേ ഈ പ്രശ്നം ഉണ്ടാവുമെന്ന്? ഇത് ഇന്നലെ മുതൽ നടക്കുന്ന സംഭവമല്ലേ? പോലീസുമായി ബന്ധപ്പെട്ട പരാതികൾ 2 ദിവസങ്ങളും മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ.
ഈ പറയുന്ന എന്താ പറയുക ഈ പറയുന്ന വരവ് തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും മേളം തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അതേപോലെ തന്നെ മേൽശാന്തിയെ തടഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ആനയെ തടഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും എല്ലാ പ്രശ്നവും അതാത് സമയങ്ങളിൽ അധികാരികൾ അറിയിച്ചിരുന്നല്ലോ. ഇത് വെടിക്കെട്ടിന്റെ സമയം വരെ ഇത് വെടിക്കെട്ട് നടക്കില്ല എന്ന് വരുന്ന സാഹചര്യം വരെ കാത്തിരുന്നത് എന്തിനായിരുന്നു? അതായത് വലിയൊരു പ്രതിസന്ധി ഉണ്ടായി, മന്ത്രി നേരിട്ട് ഇടപെട്ട് അത് പരിഹരിച്ചു എന്ന് പറയുന്ന ക്രെഡിറ്റ് ആയിരുന്നോ? അദ്ദേഹം ഇടപെട്ടിട്ടും അത് പരിഹരിക്കാൻ കഴിയാതെ വന്നപ്പോഴാണോ അവസാനം സുരേഷ് ഗോപിക്ക് അത് പരിഹരിക്കേണ്ടി വന്നത് എന്ന കാര്യം കൂടി ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം വളരെ ബോധപൂർവം ഈ പൂരത്തെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പരിശ്രമം ഇവിടെ നടന്നിട്ടുണ്ട്. ഇത് സാധാരണഗതിയിൽ ഈ പോലീസൊന്നും ഇല്ലെങ്കിൽ പോലും നന്നായി നടന്നു പോകുന്ന ഒരു പൂരമായിരുന്നത്. ഇത് പൂരം നടത്താനാണെന്ന് പറഞ്ഞ് കുറെ പോലീസുകാരെ കെട്ടിയിറക്കിയിട്ട് പൂരം അലങ്കോലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ക്രിമിനൽ ആയിട്ടുള്ള ഉത്തരവാദിത്വം ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല. വി ആർ ക്രിമിനലി റെസ്പോൺസിബിൾ ഫോർ ഈ പറഞ്ഞ സംഭവത്തിന് ഇവര് വളരെ എന്താണ് കുറ്റകരമായ ഉത്തരവാദിത്വം പോലീസിന്റെ മേലുണ്ട്, സ്റ്റേറ്റിന്റെ മേലുണ്ട്.